ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പോണ്ട് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ്. ഈ ഒരു പോണ്ട് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 3-4 മാസമായി ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട്. ശരി, ഇതിലിപ്പം കിടക്കുന്നതെന്ന് വെച്ചാൽ 2 ടൈപ്പ് അമ്പലമുണ്ട്. 3 ടൈപ്പ് അമ്പലമുണ്ട്. ഇതിപ്പം മറ്റേ വലിയ അമ്പലമാണ്, വലിയ വയലറ്റ് അമ്പലമാണ്. പിന്നീട് ഉള്ളത് ചെറുത് 2, ഒരു വൈറ്റും പിന്നെ ഒരു ലൈറ്റ് ബ്ലൂവിൻ്റെ ടൈപ്പ് ഉണ്ടായിരുന്നു. അതിന് ഫ്ലവർ ഇവിടെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ 2 ടൈപ്പുണ്ട്. പിന്നെ ഒരു താമരയും കൂടെ ഉണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ 4 എണ്ണം കിടപ്പുണ്ട്. ഒരു താമരയും പിന്നെ 3 ടൈപ്പ് അമ്പലം. പിന്നീടുള്ളത് കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് ഇതിനകത്ത്. പിന്നീട് ഇപ്പം മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിറയെ തവള, മാക്രിയാണ്. ഇതാണ്ട മാക്രി കിടക്കുന്നുണ്ട്, ഫുള്ള് മാക്രിയാണ്. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ആക്കി ഇട്ടിരുന്നതുകൊണ്ട്, ആമ്പൽ കിടക്കുന്നതുകൊണ്ട്, വലിയ ആമ്പലുള്ളതുകൊണ്ട് ഓപ്പൺ ആക്കി ഇട്ടതുകൊണ്ട് ഇതിനകത്ത് ഫുള്ള് മാക്രി കയറി കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ഈ മാക്രി പിടിക്കണം. ഈ മാക്രി പിടിയാണ് ഇന്നത്തെ മെയിൻ പരിപാടി. പിന്നീട് ഇതിപ്പോൾ കുറച്ച് നാളായി ഇതൊന്ന് ക്ലീൻ ആക്കി എടുത്താണ്ട. ചെറിയ ആമ്പലിൻ്റെ ഇതാണ്ട ബ്ലൂ ഉണ്ട്. പിന്നീട് ഇത് പിന്നെ എടുത്തതാണ്ട മെലസ്റ്റോമ വയ്ക്കുന്നതുകൊണ്ട് അതിനകത്ത് ഫ്ലവർ ഫുള്ളും ഇതിനകത്തുണ്ട്. നല്ല രസമാണ് അത് കിടക്കുന്നത്. തണ്ടീന്ന് തൈ വരുന്നുണ്ട്. തണ്ട് മറ്റേ ഇതുപോലത്തെ ഒരു ഇല പോയി ചള്ളായി പോകും. എന്നിട്ട് ഇതുപോലത്തെ തൈയായി ഇതുപോലത്തെ ഇതുപോലത്തെ ഇല ഈ ഒരു ടൈം ആകുമ്പോൾ അതേപോലെ മഞ്ഞ അടിച്ചെന്ന് ചള്ളായി കഴിഞ്ഞാൽ ചിലത് ഇലയുടെ നടുക്കുന്നും വരും, ചിലത് ഈ തണ്ട് പോലത്തെ തൈയും വരും. ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ആ സൈഡൊക്കെ നോക്കിയതുകൊണ്ട് ആമ്പലിന്റെ അല്ലേ? ആമ്പലിന്റെ തൈ വരുന്നുണ്ട, ചെറിയ ലീഫിന്റെ ഇത് കാണിച്ചിരുന്നു. നശിപ്പിക്ക അതിൽ തന്നെ ഇട്ടോ. ഇതിപ്പോ നിറയെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ കോഴിക്കാർപ്പിനെ കാണിക്കണമെങ്കിൽ ഇത് പാടാണ്. കോഴിക്കാർപ്പ് ഫുഡ് ഇട്ടാൽ മാത്രമേ വരുള്ളൂ. എന്തായാലും കോഴിക്കാർപ്പിനെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ആദ്യം ഇതിപ്പം ഇനി ആമ്പലെടുത്ത് മാറ്റണം. ഇനി കുറച്ച് വെള്ളം ഇതിൽ നിന്ന് മാറ്റി ഇനി ആമ്പൽ മാറ്റണം. അതാണ് മെയിൻ പരിപാടി. എളുപ്പം ഇവിടെ ഇങ്ങോട്ട് സൈഡ് വയ്ക്കുക, അങ്ങോട്ട് പോയി. ഇതിനകത്തൊക്കെ നിറയെ തൈകളുണ്ട്. അപ്പോൾ നമ്മളത് ഇത്രയും സൂക്ഷിച്ച് എടുക്കണം. അതാണ് മെയിൻ പരിപാടി. ഇതിനകത്തൊക്കെ ഉണ്ട്, നോക്കണം. ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. വിട്ടു ഇത് കാണിച്ചാൽ എടുക്കുന്ന ഇതിപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു താമരയുടെ മാറ്റിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ബാക്കി 2 എണ്ണം ഒരു ട്രൈ ഉണ്ട്, ഒരു ചട്ടിയിൽ ഇരിപ്പുണ്ട്. ഇതിപ്പോൾ എന്തായാലും മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതിനകത്ത് ഫുള്ള് താണ്ട തൈകൾ. മുന്നേ ഇത് അടുത്ത് കാണിച്ചിട്ടുള്ള തൈകൾ. ഇതിനകത്ത് നിറയെ തൈകളും ഉണ്ട്. ഇതന്നെ ഈ വെള്ളത്തിൽ നോക്കിയാൽ കാണുക, വെള്ളത്തിൽ ഉണ്ട്. ഇതെല്ലാം തൈകളേ ഉള്ളു. അപ്പോൾ അതെല്ലാം നശിച്ചു പോകും. എന്തായാലും നമുക്ക് ഈ തവളയുടെ പ്രശ്നം ഒന്ന് മാറ്റണം. അതിപ്പോൾ കോഴിക്കാർപ്പ് കുറച്ചും കൂടെ ഉണ്ട്, അതിനെ കൂടെ ഒന്ന് പിടിച്ച് മാറ്റാം. ഞാൻ കോഴിക്കാർപ്പിനെ കാണിച്ചു തരാം. ആണ്ടേ ഇല്ലടാ അവിടെ ഇല്ലടാ. കള്ളന്മാരാണ്.
ഇവര് വരുന്നില്ല, ഇവർക്ക് ഭയങ്കര ഫാസ്റ്റ്. നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട്. ഞാനിതിപ്പം ഈ ഒരു ചട്ടിയിലിരുന്ന ആമ്പല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റാം. ഇതാ ഈ ഒരു വലിയ ട്രേയും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് എടുക്കണം. അതാണ് മെയിൻ പരിപാടി. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. നല്ല ആദ്യം കരുതി ഇതിപ്പോൾ എടുക്കേണ്ടെന്നായിരുന്നു, പക്ഷേ ഇത് എടുക്കാതെ ഒരു തരത്തിൽ ഈ ഒരു മാക്രികൾ ഒഴിവാക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഫുള്ള് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. വെള്ളം ഡയറക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇതിപ്പം വെള്ളത്തിൻ്റെ pH ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഞാൻ കുറച്ച് ചാണകവും കൂടെ ഈ വെള്ളത്തിലൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കലക്കി ഒഴിച്ചാൽ മതി. നമുക്കിനി ഇതിനെ ഇതിലേക്ക് തുറന്നു വിടാം. ഇവരെ നമുക്ക് തുറന്നു വിടാം. പതിയെ ഇതിലെ പുറത്തെ വെള്ളം ഇതിലോട്ട് മിക്സായിട്ട് അങ്ങനെ വേണം തുറന്നു വിടാം. ഇല്ലേ, ഇപ്പം നമ്മൾ ആമ്പലെല്ലാം ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും ക്ലീൻ ആക്കിയിട്ട് ഇതായിരിക്കുന്നുണ്ട്. ഇതാണിപ്പോൾ ഇതിൻ്റെ അവസ്ഥ. ഇന്നലെ ക്ലീൻ ആക്കിയതാണ്, ഇന്നിതാ വീണ്ടും വന്നതായിരിക്കുന്നത്. അപ്പം എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.